بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. ചെയ്ത അറിയാതെ ചെയ്ത നമ്മളിൽ നിന്ന് സംഭവിച്ച എല്ലാ അപാകതകളും കാരുണ്യവാനായ അള്ളാഹു നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ വാഖിഅയുടെ അർത്ഥവും വ്യാഖ്യാനവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ വാഖിഅ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാലും പലപ്പോഴായി ഓതി പോകുന്ന ഈ സൂറത്തുൽ വാഖിഅയുടെ പദപ്രയോഗങ്ങളിലും വ്യാഖ്യാനങ്ങളിലും വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിചയം നമുക്ക് ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റ് കാണുന്നില്ല. ഏതായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون. അല്ലാഹു ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിന് വെളിച്ചമാക്കി തരട്ടെ. സൂറത്തുൽ വാഖിഅ മക്കയിൽ അവതരിച്ചതാണ് ഈ അധ്യായം. മക്കയിൽ അവതരിച്ചത് എന്ന് പറയുമ്പോൾ ഹിജറയുടെ മുമ്പ് അവതരിച്ചത് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഹിജറയുടെ മുമ്പ് അവതരിക്കുന്ന അധ്യായങ്ങൾക്ക് ഖുർആൻ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് മക്കയിൽ അവതരിച്ചത് മക്കിയ് എന്നാണ്. രണ്ട് രീതിയിലാണ് ഖുർആനിലെ 114 അധ്യായങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് മക്കിയ്, രണ്ടാമത്തേത് മദനിയ് എന്നതാണ്. മക്കിയ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ചത്, മദനിയ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ ശേഷം മദീനയിൽ അവതരിച്ചത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹിജറയുടെ ശേഷം എന്ന മാനദണ്ഡമാണ് പ്രാധാന്യം. മദീനയിൽ തന്നെ അവതരിക്കണമെന്നില്ല. മിക്കവാറും എല്ലാം അങ്ങനെ അവതരിച്ചിരിക്കുന്ന മദീനയിലുമാണ്. ഹിജറയുടെ ശേഷം മദനിയ് എന്ന് പറയപ്പെടുന്ന കാറ്റഗറിയിലുള്ള അധ്യായങ്ങൾ ഹിജറയുടെ ശേഷം അവതരിച്ചതാണ്, മദീനയിലാണ് മിക്കവാറും അവതരിച്ചിട്ടുള്ളത്. ചില ആയത്തുകളൊക്കെ മദീനയിൽ നിന്ന് മക്കയിൽ വന്ന ശേഷം അവതരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആയത്തുകളും മദനിയ് എന്ന് പറയാം. അത് മക്കയിൽ അവതരിച്ചാൽ പോലും, കാരണം അവിടെ അതിന് വേണ്ടിയിട്ട് പരിഗണിക്കപ്പെടുന്ന മാനദണ്ഡം ഹിജറയുടെ ശേഷം എന്നുള്ളതാണ്. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഖുർആനിലെ അധ്യായങ്ങൾ രണ്ട് വിധമാണ് നമുക്ക് കാണാനുള്ളത്. ഒന്ന് മക്കിയ്, രണ്ട് മദനിയ്. ഇത് നമ്മുടെ ചില മുസഹഫുകളിലും കാണിക്കാറുണ്ട്. ആ അധ്യായങ്ങൾ പേജ് നമ്പർ ഇത്രാം പേജിൽ ഇന്ന അധ്യായം, ഇത്രാം പേജിൽ ഇന്ന അധ്യായം എന്നുള്ളതിന്റെ ഉള്ളടക്ക ഭാഗം നോക്കുമ്പോൾ ആ അധ്യായത്തിന്റെ തരം മക്കിയ മദനിയ എന്നിങ്ങനെ കാണാം. അത് മുസഹഫ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും.
സൂറത്തുൽ വാഖിഅ മക്കിയാണ്. മക്കി എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ചത്. ഹിജറയുടെ മുമ്പ് എന്ന് പറഞ്ഞാൽ മക്കയിലാണ് സ്വാഭാവികമായും അത് അവതരിക്കുക. മദനിയാണ് രണ്ടാമത്തെ കാറ്റഗറി. അത് ഹിജറയുടെ ശേഷം മിക്കവാറും മദീനയിൽ തന്നെയാണ് അവതരിക്കുക. ഒരു പക്ഷേ മദീനയിൽ നിന്ന് മക്കയിൽ വന്നപ്പോ അവതരിച്ചതിന് പോലും മദനി എന്ന് പറയുള്ളൂ. അത് മക്കയിൽ അവതരിച്ചതല്ല. നോക്ക, മാനദണ്ഡം ഹിജറയുടെ ശേഷം എന്നുള്ളതാണ്, ഹിജറയുടെ മുമ്പ് ശേഷം എന്നുള്ള പരിഗണനയിൽ. അപ്പോ സൂറത്തുൽ വാഖിഅ മക്കിയാണ്. ഏകദേശം 96 ആയത്തുകളാണ് സൂറത്തുൽ വാഖിഅയിലുള്ളത്. 96 എന്നത് ഏകദേശം പറയാണ്. കാരണം ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മുഫസ്സിരീങ്ങൾ വ്യത്യസ്തമാക്കി അതിന്റെ സംഖ്യ പറയാറുണ്ട്. സൂറത്തുൽ വാഖിഅയുടെ ആയത്ത് നമ്മുടെയൊക്കെ കയ്യിലുള്ള മുസഹഫിൽ 96 ആയത്തുകൾ എന്നാണ് പറയുന്നത് എങ്കിലും മുഫസ്സിരീങ്ങൾ പറയുന്നത് സൂറത്തുൽ വാഖിഅയിൽ 96 അല്ലെങ്കിൽ 97 അല്ലെങ്കിൽ 99 ആയത്തുകൾ എന്ന് പറയാറുണ്ട്. അത് അച്ചടി പ്രിന്റിൽ 96 എന്നാണ് നമ്മുടെ കയ്യിലുള്ള മുസഹഫുകളിൽ കാണുന്നത്. ഖുർആനിലെ ആയത്തുകൾ സംഭവിക്കുന്നത്, ആയത്തുകളുടെ എണ്ണം മാനദണ്ഡമാക്കിയിരിക്കുന്നത് ഒരു ആശയ പൂർത്തീകരണമായിരിക്കും മിക്കവാറും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ആയത്തിന്റെ മുകളിൽ, ആയത്ത് അവസാനിക്കുന്ന ചിഹ്നത്തിന്റെ മുകളിൽ ലാ എന്ന് കാണാറുണ്ട്. അത് ആയത്തായിട്ട് അവസാനിച്ചതായിട്ട് കൂട്ടിയിട്ടില്ല എന്ന ഒരു അർത്ഥത്തിലാണ് അത് അങ്ങനെ വരാം. അത് ചേർത്ത് ഓതാവുന്നതാണ്. അങ്ങനെ വരുന്ന കണക്കുകൾ അനുസരിച്ചൊക്കെ നോക്കുമ്പോൾ കൃത്യമായി ഇത്ര എണ്ണം എന്നതിൽ നിൽക്കാറില്ല മിക്കവാറും ആയത്തുകളുടെ എണ്ണം പറയുമ്പോൾ. അത് ചിലപ്പോൾ ഒരു സംഖ്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി ആയത്തുകളുടെ എണ്ണം ക്രമീകരിച്ച് പറയപ്പെടാറുണ്ട്. ഏതായാലും മക്കയിൽ അവതരിച്ച ഈ ആയത്തിൽ 1-2 ആയത്തുകൾ മദീനയിലാണ് അവതരിച്ചത് എന്നും അഭിപ്രായമുണ്ട്. കൂടുതൽ അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാളിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള അധ്യായങ്ങളിൽ ഒരു പ്രധാന അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. ആ പേര് തന്നെ അൽ വാഖിഅ എന്നാണ്. മഹാസംഭവം എന്നാണ് അതിനർത്ഥം. അൽ വാഖിഅ, ആ മഹാസംഭവം. ആ മഹാസംഭവം ലോകത്തിന് ഇതുവരെ പരിചയം ഇല്ല. കാരണം ആ മഹാസംഭവം സംഭവിച്ചിട്ടില്ല. ഏതാണ് ആ മഹാസംഭവം? ആ മഹാസംഭവം ലോകാവസാനമാണ്. ഇതുവരെ ലോകത്തിന് അനുഭവമില്ലാത്ത ആ സംഭവത്തെ കുറിച്ച് പറയാണ് അല്ലാഹു. ആ മഹാസംഭവം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തുൽ വാഖിഅ. ആ മഹാസംഭവം സംഭവിക്കുമ്പോൾ. ഏത് മഹാസംഭവം? ലോകാവസാനം. ഖിയാമത്ത് നാളിനെ അവതരിപ്പിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആയത്തുകൾ ഏതൊക്കെ അധ്യായങ്ങളിലുണ്ടോ ആ അധ്യായങ്ങൾക്ക് അള്ളാഹു പ്രത്യേക മഹത്വം കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്ത് തൗബ. വലിയ പ്രാധാന്യമുള്ള അധ്യായമാണ്. അതിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ വാഖിഅ. ധാരാളം മഹത്വങ്ങൾ ഈ അധ്യായത്തിന് ഉണ്ട് എന്നതിന് പുറമെ ഖിയാമത്ത് നാളിന്റെ ചർച്ചയുള്ളത് കൊണ്ട് പ്രത്യേകമായ പരിഗണനയും ഈ അധ്യായത്തിനുണ്ട്. നമുക്ക് ഏതായാലും സൂറത്തുൽ വാഖിഅയുടെ 1-2 മഹത്വങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് പഠിക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ അധ്യായം തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ, ഈ അധ്യായത്തിന്റെ വ്യാഖ്യാനം തുടങ്ങി വെക്കുന്നതിന്റെ മുന്നേ തന്നെ ഈ അധ്യായത്തിന്റെ കുറെ ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. അല്പം ചിലത് നമുക്ക് പറയാം, എന്നിട്ട് നമ്മുടെ ആയത്തുകളിലേക്ക് നമുക്ക് വിശദീകരണത്തിന് കടന്നു വരാം. മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള മഹത്വങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്ന് സൂചിപ്പിക്കാം. മഹാനായ ഇമാം ഇബ്നു അബി ശൈബ തങ്ങള്, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു സംഭവം. മഹാനായ മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹാബത്ത് പഠിച്ച ഒരു അറിവ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സൂറത്തുൽ വാഖിഅയെ കുറിച്ചാണ് സംഭവം. എന്താണ്? മൻ സറഹു അൻ യഅലമ ഇൽമൽ അവ്വലീന വൽ ആഖിരീന വഇൽമദ് ദുനിയാ വൽ ആഖിറ. ആർക്കെങ്കിലും പൂർവീകരുടെ അറിവുകൾ മുഴുവനും കിട്ടണമെങ്കിൽ, ആർക്കെങ്കിലും വരാനിരിക്കുന്ന ജനതയുടെ അറിവുകൾ മുഴുവനും കിട്ടണമെങ്കിൽ, അതായത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ വിജ്ഞാനങ്ങളും ഒരാൾക്ക് അറിയണമെങ്കിൽ അവൻ വാഖിഅ പഠിക്കട്ടെ. സൂറത്തുൽ വാഖിഅ പഠിച്ചാൽ അതിൽ മുൻഗാമികൾ പഠിച്ചു വെച്ച അറിവുകൾ മുഴുവനുമുണ്ട്. വരാനിരിക്കുന്ന മനുഷ്യർ മുഴുവനും കണ്ടെത്താനുള്ള അറിവുകൾ
അവർ കണ്ടെത്തിയ അറിവുകൾ, അവർ പഠിക്കാൻ ഇനി ബാക്കി വെച്ചിരിക്കുന്ന അറിവുകൾ എല്ലാം സൂറത്തുൽ വാഖിഅയിലുണ്ട്. ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ലല്ലോ. സൂറത്തുൽ വാഖിഅ അത്ര കണ്ട് ജ്ഞാന സമ്പൂർണമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അധ്യായം പഠിക്കണമെന്നാണ് പറഞ്ഞത്. ഫല്യഖറഅ സൂറത്തുൽ വാഖിഅ. ഈ ജ്ഞാനങ്ങളിലേക്ക് താല്പര്യമുള്ള ആള് ഖുർആനിലെ സൂറത്തുൽ വാഖിഅ പഠിക്കട്ടെ എന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അത്രത്തോളം പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് വിജ്ഞാനങ്ങളുടെ കലവറയാണ് സൂറത്തുൽ വാഖിഅ. നമ്മളിപ്പോ നോക്കിയാൽ ഒരുപാട് വിജ്ഞാനം അതിൽ കണ്ടുകൊള്ളണമെന്നില്ല. ഖുർആൻ ചിന്തിക്കുന്നവർക്കുള്ളതാണ്. എന്നാൽ വിജ്ഞാനം ഉണ്ടാകും. നമ്മുടെ പരിമിതമായ കഴിവിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കലേ സാധ്യമാകും. എന്നാൽ ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിൽ എല്ലാ അറിവുകളും ഉണ്ട്. ഇനി കാണാം സൂറത്തുൽ വാഖിഅയുടെ മറ്റൊരു പ്രത്യേകത. മഹാനായ അനസ് തങ്ങളിൽ നിന്ന് നിവേദനം, ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്ന ഒരു ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സൂറത്തുൽ വാഖിഅത്തി സൂറത്തുൽ ഗിനാ. സൂറത്തുൽ വാഖിഅ എന്ന് പറഞ്ഞാൽ അത് സമ്പന്നതയുടെ അധ്യായമാണ്, നിർവാഹതയുടെ അധ്യായമാണ്. നിർവാഹതയുടെ അധ്യായം, സമ്പന്നതയുടെ അധ്യായം സൂറത്തുൽ വാഖിഅ. ഫഖറഊഹാ, അത് നിങ്ങൾ പാരായണം ചെയ്ത് ശീലിക്കണം, അത് നിങ്ങൾ പഠിക്കണം. ഖറഅ യഖറഉ എന്ന പ്രയോഗത്തിൽ ഓതുക എന്ന് മാത്രം അർത്ഥമില്ല, പഠിക്കുക, പഠിപ്പിക്കുക ഒക്കെ അതിൽപ്പെടും. സൂറത്തുൽ വാഖിഅ അത് സമ്പന്നതയുടെ നിർവാഹതയുടെ അധ്യായമാണ്. അത് നിങ്ങൾ സ്വന്തം പഠിക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിക്കണം. പ്രത്യേകം പറഞ്ഞു, വഅല്ലിമൂഹാ ഔലാദകും, നിങ്ങളുടെ മക്കൾക്ക് സൂറത്തുൽ വാഖിഅ നിങ്ങൾ പഠിപ്പിച്ചേ പറ്റൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലും മറ്റും നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ വാഖിഅ മനഃപ്പാഠമാക്കുന്ന സിലബസിൽ ഒരു പ്രത്യേകമായ രീതികൾ. സൂറത്തുൽ വാഖിഅ നിങ്ങൾ പഠിക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിക്കണം, പ്രത്യേകിച്ച് മക്കളെ പഠിപ്പിക്കണം. അത് നിർവാഹതയുടെ അധ്യായമാണ്. നമുക്കൊരു കാര്യം നടന്ന് കാണണം, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ച് കാണണം, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ മതി. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് തങ്ങളെ തൊട്ട് തന്നെ നിവേദനം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലിമൂ നിസാഅക്കും, നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ പെൺമക്കൾക്ക്, നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിഅ അവർക്ക് അറിയില്ലെങ്കിൽ പഠിപ്പിച്ചേ പറ്റൂ. സൂറത്തുൽ വാഖിഅ കാരണം ഫഇന്നഹാ സൂറത്തുൽ ഗിനാ, അത് നിർവാഹതയുടെ, അത് സമ്പന്നതയുടെ അധ്യായമാണ്. അപ്പൊ വീട്ടിലിരിക്കുന്ന സ്ത്രീ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക വഴി അവരുടെ ഭർത്താക്കന്മാർക്ക്, അവരുടെ രക്ഷകരായ ആണുങ്ങൾക്ക് അല്ലാഹു സമ്പന്നതയും നിർവാഹതയും ആ കുടുംബത്തിൽ ഐശ്വര്യവും ഒക്കെ നൽകും എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ കാണാം, മഹാനായ ഇമാം അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന രോഗശയ്യയിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഖലീഫ കാണാൻ വരികയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ സ്വഹാബി, ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള, പരിശുദ്ധമായ ഖുർആനിനെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ള, ഖുർആൻ ജിബ്രീൽ വഹ്യ് അവതരിപ്പിച്ച അതേ ശൈലിയിൽ പാരായണം ചെയ്യാൻ കഴിയുന്ന സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വലിയ മഹാൻ, ഖുർആൻ കൊണ്ട് അത്ഭുതം തീർത്ത മഹാൻ. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. ആ മഹാനായ സ്വഹാബികളുടെ ഇടയിലെ വലിയ അംഗീകാരമുള്ള വ്യക്തിത്വമാണ്. മരണാസന്നനായി കിടക്കുമ്പോൾ ആ രോഗശയ്യയിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണാൻ ചെല്ലുന്ന സംഭവം ഇബ്നു കസീർ തങ്ങളും മറ്റു പലരും ഉദ്ധരിക്കുന്നുണ്ട്. 4-5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മാ തസ്തകി, ഇബ്നു മസ്ഊദ് തങ്ങളെ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങേക്ക് വല്ല പരാതിയും എന്നോട് പറയാനോ? ഖലീഫ ചോദിക്കാണ്. രോഗശയ്യയിൽ കിടക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പരാതിയുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ. എന്താണ് പരാതി? ദുനൂബി, എന്റെ പാപങ്ങളാണ് എന്റെ പരാതി. അപ്പൊ ചോദിച്ചു, അപ്പൊ ആത്മീയമായൊരു മറുപടിയാണ്, തിരിച്ചൊന്നും പറയാനില്ല. അല്ല ഇബ്നു മസ്ഊദ് തങ്ങളെ, മാ തസ്തഹി, അല്ല വല്ല ആഗ്രഹവുമുണ്ടോ? ഉണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? ഞാൻ നടത്തി തരാം. റഹ്മത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യത്തെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കൊണ്ട് സാധിക്കൂല. മൂന്നാമത് ചോദിച്ചു, അലാ ആമുറു ലക ബിത്തബീബ്, ഇത്ര മൂർധന്യാവസ്ഥയിൽ രോഗിയായി കഴിയുമ്പോൾ
അങ്ങയെ ശുശ്രൂഷിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടുവരാൻ ഞാൻ കൽപ്പന പുറപ്പെടുവിക്കട്ടെ. ഖലീഫയാണല്ലോ. ഒന്നാമത്തെ ചോദ്യം. അപ്പൊ പറഞ്ഞു, ആ അത്വബീബു അംറദനി, യഥാർത്ഥത്തിലുള്ള ആ ഡോക്ടർ തന്നെയാണ് എന്നെ രോഗിയാക്കിയിട്ടുള്ളത്. ആത്മീയമായ മറുപടി. നാലാമത്തെ ചോദ്യം, അലാ ആമുറു ലക ബിഅതാ, ഖജനാവിന്റെ പൊതുമുതലിൽ നിന്നും ഒരു ആദരവ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അംഗീകാരം കൊണ്ട് ജനങ്ങളുടെ സമ്മതപ്രകാരം താങ്കൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യട്ടെ. അധികാരിയാണല്ലോ, അധികാരിക്ക് ഒരു അംഗീകാരം എന്നോണം. ഇപ്പൊ നമ്മുടെയൊക്കെ നാടുകളിൽ പലർക്കും വലിയ വലിയ അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ വലിയ ഒരു സാമ്പത്തിക സഹായം അതിന്റെ കൂടെ ചെയ്യാറുണ്ട്. താങ്കൾക്ക് വല്ല സാമ്പത്തിക സഹായവും ഞാൻ ചെയ്തു തരണോ? മഹാനവറുകൾ പറഞ്ഞു, ലാ ഹാജത ലീ ഫീഹി, എനിക്ക് ഇപ്പോൾ സാമ്പത്തിക സഹായം വേണ്ട. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. അഞ്ചാമത്തെ ചോദ്യം, യകൂനു ലി ബനാതിക മിൻ ബഅദിക, അങ്ങ് മരിച്ചെങ്ങാനും പോയാൽ അങ്ങയുടെ ശേഷം ജീവിച്ചിരിക്കുന്ന ഈ കുടുംബത്തിലെ അങ്ങയുടെ പെൺമക്കളുണ്ടല്ലോ, പെൺകുട്ടികളാണുള്ളത്, ആ പെൺമക്കൾക്കൊരു സഹായാവൂലേ? എന്തിനത് വേണ്ടെന്ന് വെക്കണേ? അഞ്ചാമത്തെ ചോദ്യത്തിന്റെ മറുപടി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുപോലെയല്ല, ഇതുവരെ സംസാരിച്ച പോലെയല്ല ഇനി സംസാരിക്കുന്നത്. ഇത്തിരി ഗൗരവത്തോടുകൂടെ അമീറുൽ മുഅ്മിനീൻ തങ്ങളോട് നേരെ ചോദിക്കാണ്, അത്തഖ്ശാ അലാ ബനാത്തിൽ ഫഖർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, താങ്കൾ എന്റെ പെൺമക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാരിദ്ര്യം വരുമെന്ന് ഭയക്കുന്നുണ്ടോ? എന്തിനു ഭയക്കണം? കാരണം ഞാൻ എന്റെ മക്കളോട് സൂറത്തുൽ വാഖിഅ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യാൻ ഞാൻ പഠിപ്പിച്ച് ശീലിച്ചു പോന്നിട്ടുണ്ട്. എന്റെ മക്കളോട് എന്റെ മരണാനന്തരവും അത് പതിവാക്കി ഓതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരൂല. ഞാൻ എന്റെ മക്കളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ കാരണമുണ്ട്. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅതി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന മനുഷ്യൻ, ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവനെ ദാരിദ്ര്യം പിടികൂടുന്നതല്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്റെ പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ സൂറത്തുൽ വാഖിഅ വളരെ മഹത്വങ്ങളുള്ള ഒരു അധ്യായം. ഇങ്ങനെയുള്ള മഹത്വങ്ങളൊക്കെ ഉണ്ട് എങ്കിലും സൂറത്തുൽ വാഖിഅയിൽ ഖിയാമത്ത് നാളിന്റെ സംഭവ്യതയെ കുറിച്ചുള്ള പ്രയോഗങ്ങളുള്ള ഒരു അധ്യായം എന്ന നിലക്കും സൂറത്തുൽ വാഖിഅക്ക് മഹത്വം വേറെയുമുണ്ട്. ദിവസവും പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്ക് ആയത്തുകളിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ മഹാസംഭവം സംഭവിക്കുമ്പോൾ. ഏത് മഹാസംഭവം? ലോകത്ത് ഇന്നവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം ഇനി സംഭവിക്കാനുണ്ട്. അതേക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആർക്കും ആ സംഭവത്തെ അറിയില്ല. അത്രയും വലിയൊരു സംഭവം ഇനി ഇവിടെ സംഭവിക്കാനില്ല. ആ മഹാസംഭവം സംഭവിക്കുമ്പോൾ, ലോകം അവസാനിക്കുമ്പോൾ, ലോകം തകർന്നു വീഴുമ്പോൾ, നമ്മുടെ ചുറ്റിലും പല അത്ഭുതങ്ങൾ നമ്മൾ കാണാണ്. വലിയ വലിയ പർവ്വത കൂമ്പാരങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് കാണാം. എല്ലാം ചിന്നിച്ചിതറി തെറിച്ച് വീണ് പൊട്ടിത്തെറിച്ച് നാശമാകുന്നത് ഇങ്ങനെ മനുഷ്യൻ കാണാം. അതുവരെ ഈ ലോകം അവസാനിക്കുമെന്നത് വിശ്വസിക്കാത്ത മനുഷ്യരുണ്ടായിരുന്നു. അതുവരെ ഈ ലോകത്തിനൊരു അവസാനമില്ലെന്ന് വിശ്വസിച്ചവർ തിരുത്തുകയാണ്. അല്ലാഹു പറയാ, അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ അന്ത്യദിനത്തിൽ ഒരു വിശ്വാസം ഈമാൻ കാര്യങ്ങളിലുള്ള 6 കാര്യങ്ങളിലെ പ്രധാന ഒരു കാര്യമാണ്. ഈമാൻ കൊണ്ടവർ മുഴുവൻ വിശ്വസിച്ചിരുന്ന അന്ത്യദിനത്തിലെ വിശ്വാസം. അല്ലെങ്കിലും മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നാണ് ഹദീസിൽ കാണാം. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ വിരുന്നുകാരനെ സൽക്കരിക്കട്ടെ എന്നൊക്കെ തുടങ്ങുന്ന ഉപദേശങ്ങൾ ഈമാനുള്ളവരോട് സൂചിപ്പിക്കുന്ന പ്രയോഗം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ എന്നാണ്. ഈ അന്ത്യദിനം ഒരു ചർച്ചയാണ്. ലോകം അവസാനിക്കൂല എന്ന നിരീശ്വരവാദം പറയുന്നു. എന്നാൽ ഏകദേശം 10-20 കൊല്ലം മുന്നേ അമേരിക്കക്കാരനായ ആർണൽഡ് ബൂത്രോയിഡ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഈ ലോകം അവസാനിക്കുമെന്ന് സമർത്ഥിക്കുകയാണ്. ഭൂമിയെ വലിയൊരു ഗോളം വന്ന് വിഴുങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ദ എൻഡ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ അവസാനം. ലോകം അവസാനിക്കും എന്നതിൽ ആർക്കും തർക്കമില്ല. ആ അവസ്ഥയിലേക്ക് ശാസ്ത്രം എത്തിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു ഈ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച്, ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനങ്ങൾ സംഭവിക്കുമ്പോൾ, ലൈസ ലിവഖഅതിഹാ കാദിബ, ആ സംഭവത്തെ അന്ന് നിഷേധിക്കുന്ന ഒരു ശരീരവുമില്ല, ഒരു വ്യക്തിത്വവുമില്ല. കാരണം എന്താ? അവൻ കണ്ടുകൊണ്ടിരിക്കണത്. ആ സംഭവം സംഭവിക്കൽ, ഖിയാമത്ത് സംഭവിക്കൽ, ഖാഫിളത്തുർ റാഫിഅ, ചിലരെ അത് താഴ്ത്തിക്കളയുകയാണ് ആ സംഭവം, ചിലരെ അത് ഉയർത്തുകയാണ്. ഉയർത്തപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എങ്ങനെ താഴ്ത്താ? ഖിയാമത്ത് നാള് സംഭവിക്കൽ മുഖേന പിന്നെ സംഭവിക്കാൻ പോകുന്നത്, ചില ആളുകളെ നരകത്തിന്റെ കുഴിയിലേക്ക് താഴ്ത്തുകയാണ്, ചിലരെ സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് കൊണ്ടുപോവുകയാണ്, ഉയർത്തുകയാണ്. അതാണ് പറഞ്ഞത്. സ്വർഗവും നരകവും ഖിയാമത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അതിലേക്ക് വഴിവെക്കുന്നത് ഖിയാമത്ത് നാളാണ്. ഇനി കണ്ടോ, ആ ഖിയാമത്ത് എങ്ങനെ സംഭവിക്കുന്നറിയോ? അള്ളാഹു പലയിടങ്ങളിലും പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ രൂപത്തിൽ ഇത് എവിടെയും പറയുന്നുണ്ട്. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ, ഈ ഭൂമിയെ ശക്തമായി അങ്ങ് കുലുക്കും, ഈ ഭൂമിക്ക് പ്രകമ്പനം കൊള്ളിക്കപ്പെടും. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ, ശക്തമായി ഭൂമിയെ കുലുക്കപ്പെടും. വബുസ്സത്തിൽ ജിബാലു ബസ്സാ, ആ സമയത്ത് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ പർവ്വത കൂമ്പാരങ്ങൾ പൊട്ടിച്ചിതറി ചിന്ന ഭിന്നമായി പൊടി പടലങ്ങളായി പാറി നടക്കും. മരടിലെ ഫ്ലാറ്റ് പൊട്ടിത്തെറിച്ച് ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് പോയപ്പോൾ എത്രയായിരുന്നു പൊടി. നമ്മളതൊക്കെ കണ്ടതാണ്. പൊടിപടലങ്ങളായിരിക്കും. മരടിലെ ഫ്ലാറ്റ് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ പൊടിപടലങ്ങളാണോ? അതാ പരിസരത്തെ അറിഞ്ഞിട്ടുള്ളൂ. ജമ്മു കാശ്മീർ മുതൽ ആസാം വരെ വിശാല വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന ഹിമാലയത്തിന്റെ പടകൂറ്റൻ പാറക്കെട്ടുകൾ പൊട്ടിത്തെറിച്ച് പൊടിയാകുമെന്നായി പറഞ്ഞത്. എവറസ്റ്റ് കൊടുമുടി പൊടിയാകുമെന്നാ പറഞ്ഞത്. ആനമുടി പൊടിയാകുമെന്നാ പറഞ്ഞത്. തുരുസീന പർവ്വതം പൊടിയാകുമെന്നാ പറഞ്ഞത്. ഉഹദ് മല പൊടിയാകുമെന്നാ പറഞ്ഞത്. എല്ലാ പർവ്വതങ്ങളും എല്ലാ കുന്നും ചെരുവുകളും ഒക്കെ നമ്മുടെ നാടുകളിൽ എത്രയാ കുന്നും ചെരുവുകളൊക്കെ പല ഭാഗങ്ങളിലും കാണാനുള്ളത്. ഇടുക്കി ജില്ല, വയനാട് ജില്ല, എല്ലാം പൊട്ടിത്തെറിച്ച് പൊടിപടലങ്ങളായി പാറി നടക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഇത് ഖിയാമത്ത് നാളാണെന്ന് അതുവരെ ഖിയാമത്ത് അംഗീകരിക്കാതിരുന്നവൻ പോലും ഖിയാമത്ത് നാളെന്ന് സമ്മതിച്ചു പോകുന്ന സന്ദർഭമാണ് കാണാനുള്ളത്. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ മഹാസംഭവം സംഭവിക്കുമ്പോൾ ലൈസ ലിവഖഅതിഹാ കാദിബ, അതിനെ നിഷേധിക്കുന്ന ഒരാളും ഉണ്ടാവൂല. കാരണം എന്താ? ഇപ്പുറത്തേക്ക് കടന്നപ്പോ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിശദീകരണം വരികയാണ്. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ, പർവ്വതം ഭൂമി കുലുങ്ങും, പർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് അത് പൊടിപടലങ്ങളായി ഇങ്ങനെ പൊടിപടലങ്ങളായി ചിതറിച്ചിതറിങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും. പർവ്വതങ്ങൾ നിരന്നു പോകും. പലതും ഉണ്ട്. സമുദ്രങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ ഈ ഭീകരതയെ അവതരിപ്പിച്ച ഒന്ന് രണ്ട് പ്രയോഗങ്ങൾ അത്. ഖിയാമത്ത് നാൾ അത്തരം കാര്യങ്ങളിൽ ഒതുങ്ങല്ല. പിന്നെയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഖുർആൻ അങ്ങനെ എല്ലാം വലിച്ചു വരില്ല. അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ ഇരുന്ന് വലിയൊരു ഭാവന നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോ അതിനെ കുറിച്ചൊന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ എങ്ങനെയായി പർവ്വതം പൊട്ടിക്കാം? എന്ത് രാസപ്രവർത്തനമാണ് ഇവിടെ ഉണ്ടാവാൻ? എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ആസ്ട്രോണമിക്കലായി ഭൂമിയിൽ സംഭവിക്കാം? ഈ ഭൂമിയോട് അകക്കാമ്പിൽ എന്ത് സംഭവിക്കുന്നു? 7 ഫലകങ്ങളിലൂടെ ഒഴുകി നടക്കുന്ന ഈ വൻകരകളുണ്ടല്ലോ, ഈ വൻകരകൾക്ക് എന്ത് സംഭവിക്കുന്നു? എവിടെ ഒരസലുണ്ടാവാ? റിക്ടർ സ്കെയിലിൽ അന്നത്തെ ഭൂചലനം എത്രയായിരിക്കും? ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ അൽവാഖിയിൽ ഉണ്ടെന്നാ പറഞ്ഞത്. മുൻഗാമികളുടെയും വരാനിരിക്കുന്ന മനുഷ്യരുടെയും ഒക്കെ അറിവ് ഇതിലുണ്ടെന്ന. ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ 2 പ്രയോഗങ്ങൾ, പർവ്വതം പൊട്ടിത്തെറിക്കലും അതുപോലെ തന്നെ
അതുപോലെ തന്നെ ഭൂമി കുലുങ്ങലും അതിന്റെ ശാസ്ത്രീയത മാത്രം ആലോചിച്ചാൽ തന്നെയും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അറിവ് അൽവാക്കയിലുണ്ടെന്നല്ലേ ഈ പറഞ്ഞത്. ഏതായാലും അള്ളാഹു പറയുന്ന അങ്ങനെ ലോകത്ത് ഖിയാമത്ത് നാളെ സംഭവിച്ചു കഴിയുമ്പോൾ മനുഷ്യരെ അള്ളാഹു 3 കാറ്റഗറിയിലാക്കും. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ആളുകൾ, അമ്പിയാക്കൾ. രണ്ടാമത്തേത് വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ. മൂന്നാമത്തേത് ഇടങ്കയിൽ കിതാബ് കിട്ടുന്നവർ. രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം മുഖറബീങ്ങളായ അമ്പിയാക്കൾ. രണ്ടാമത്തെ വിഭാഗം വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ എന്ന് പറയുന്ന ഒരു വിഭാഗം. അമ്പിയാക്കൾക്കും വലങ്കയിലാ കിട്ടുന്നത്. പക്ഷെ അവരെ അത്രയും പറഞ്ഞു നിർത്തിയാൽ പറ്റൂല. അവരതിലും വലിയൊരു പ്രയോഗം കൊണ്ടേ പരിചയപ്പെടുത്താൻ പറ്റൂ. അമ്പിയാക്കൾ കിതാബ് കൊണ്ടുവന്നവരാണ്. ഒന്നാമത്തെ വിഭാഗം മുഖറബീങ്ങളായ അമ്പിയാക്കൾ. രണ്ടാമത്തെ വിഭാഗം വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ. മൂന്നാമത്തെ വിഭാഗം ഇടങ്കയിൽ കിതാബ് കിട്ടുന്നവർ. ഇങ്ങനെ 3 മനുഷ്യർ വേർതിരിയുന്നതിനുള്ള ഒരു കാരണം ഈ ഖിയാമത്ത് നാളാണ്. അള്ളാഹു രണ്ടാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടുത്തട്ടെ. ഖുർആൻ പറയുന്നു, വകുതും അസ്വാജൻ സലാസ, 3 വിഭാഗങ്ങളായെന്ന് നിങ്ങൾ മാറേണ്ടി വരും. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, അന്ന് വലങ്കയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ വലതുപക്ഷം എന്ന് പറയുന്നു. വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ. വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ എന്ന് പറഞ്ഞ ആരാ? അല്ലാഹു അവരുടെ മഹത്വം അങ്ങ് പറയാണ്. മാ അസ്ഹാബുൽ മൈമന, വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ ഈ പറഞ്ഞത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതെന്താ? വലങ്കയിൽ കിതാബ് കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ ആ കാര്യത്തെ ഒന്ന് ഗൗരവമാക്കണം. വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ അതിനൊന്ന് ഗൗരവമാക്കും. ആ ഗൗരവമാക്കല് അടുത്ത ആയത്തൊരു ചോദ്യമാണ്. മാ അസ്ഹാബുൽ മൈമന, വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വലിയ വീട് ഒരാള് പണിത് ആ പാർക്കലിന് പങ്കെടുക്കാൻ പോയ ഒരാള് പങ്കെടുക്കാൻ പോവാനിരിക്കുന്ന ആളോട് പറയാണ്, അല്ല നീ അവിടെ പാർക്കലിന് പോയോ? ഇല്ല. വീട് കണ്ടിരുന്നോ ഇതിനു മുമ്പ്? ഇല്ല. എന്താ ഒരു വീട്? അവനോട് ചോദ്യം ചോദിച്ചല്ല അത്, ആ പ്രയോഗം അങ്ങനെ. ആ കല്യാണത്തിന് പോയായിരുന്നോ? ഇല്ല, ഞാൻ പോയി. എന്താ ഒരു കല്യാണം? ചോദ്യങ്ങളാ. അള്ളാഹു പറഞ്ഞതും അൽ ഖാരിഅതു മൽ ഖാരിഅ അങ്ങനെ ഉണ്ടല്ലോ. അൽ ഖാരിഅതു ഖിയാമത്ത് നാള്, മൽ ഖാരിഅ എന്താണ് ഖിയാമത്ത് നാളെന്നറിയുമോ? എന്താ ഖിയാമത്ത് നാൾ? ഗൗരവമാക്കുന്നോടത്ത് ചോദ്യം വരും. ഗൗരവമാക്കുന്നോടത്ത് ഒരു വലിയൊരു പോത്തിനെ കണ്ടു ഒരാള്. ഒരു പോത്ത്, അതിന് സാധാരണയിൽ കവിഞ്ഞ വലിപ്പമുണ്ടെന്ന് ചോദിക്കും. സാധാരണക്കാരൻ പറയും, എന്താ ഒരു പോത്ത് അല്ലെ? ആ ചോദ്യ പ്രയോഗം അതിന്റെ അത്ഭുതത്തെ, അതിന്റെ വലിപ്പത്തെ സൂചിപ്പിക്കും. അള്ളാഹു പറയുന്നു, ആരാണ് വലങ്കയിൽ കിതാബ് കിട്ടുന്നവരെന്നറിയുമോ? വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ, വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ മാ സുഹാബുൽ മൈമന, അവർ എന്തൊരു മനുഷ്യന്മാരാണ്. വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ ആരാ? ആരാണവര്? ഒരു പണ്ഡിതനെ കണ്ടു. എന്താ അദ്ദേഹത്തിന്റെ ഒരു പാണ്ഡിത്യം? എന്താ എന്ന ചോദ്യപ്രയോഗത്തിൽ വരുന്ന ഒരു പ്രയോഗമാണ്, ഒരു പദമാണ് എന്താ. അദ്ദേഹത്തിന്റെ ഒരു പാണ്ഡിത്യം എന്താണ്? ഈ വലങ്കയിൽ കിതാബ് കിട്ടുന്നവർ എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയൊരു സംഭവം. ഇനി ഇതുപോലെ തന്നെ നിസ്സാരതയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. എന്തപ്പാ അവിടുത്തെ അവസ്ഥ അല്ലെ? അങ്ങനെ പറയാം, എന്തപ്പാ അവിടുത്തെ അവസ്ഥ അല്ലെ എന്ന പോലെ അടുത്ത പ്രയോഗം അടുത്ത ആയത്തിൽ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആളുകളുണ്ട്. മാ അസ്ഹാബുൽ മസ്അമ, എന്തപ്പ ഇടത്തെ കയ്യിലൊക്കെ കിതാബ് കിട്ടിയാലുള്ള ആളുകളുടെ അവസ്ഥ? എന്തപ്പ അവര്? അല്ലാഹു വിശദീകരിച്ചു തരുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ വിഭാഗം മുന്നേ കടന്നുപോയ മഹത്തുക്കൾ, അത് അമ്പിയാക്കൾ മാത്രമല്ല സ്വഹാബികളും അതിൽ പെടുമെന്നും പറയുന്ന തഫ്സീറുകളുണ്ട്. അമ്പിയാക്കളോട് ചേർന്ന് നിന്ന സ്വഹാബികളും സാബിഖീങ്ങൾ എന്ന് പറഞ്ഞ ഈ മൂന്നാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ, രണ്ടാമത്തെ അടുത്ത കയ്യിൽ കിതാബ് കിട്ടുന്നവർ, മൂന്നാമത്തെ വിഭാഗം അമ്പിയാക്കൾ മാത്രമല്ല അമ്പിയാക്കളോട് ചേർന്ന് നിന്ന സ്വഹാബികളും അതിൽ പെടുമെന്ന് പറയുന്ന തഫ്സീറുകളുമുണ്ട്.
മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയാണ് മുന്നേ കടന്നുപോയ മഹത്തുക്കൾ, സാബിഖീങ്ങൾ. എന്തൊരു അംഗീകാരം അവർക്കുള്ളതെന്നറിയും. ഖുർആൻ ഒരു സ്ഥലത്ത് സൂറത്ത് തൗബയിൽ തന്നെ ഈ സാബിഖീങ്ങൾ സ്വഹാബികളാണെന്ന് തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഈ ആയത്തിൽ ഉദ്ദേശിച്ച് അമ്പിയാക്കളാണെന്ന് പറയുന്ന ഒരു വിഭാഗം മുഫസ്സിരിങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് മുഫസ്സിരിങ്ങൾ അമ്പിയാക്കളോട് ചേർന്ന് നിന്ന സ്വഹാബികളെയും ഇതിൽ പെടുത്താം എന്ന് പറയുന്നുണ്ട്. സ്വഹാബികളാണെന്ന് കൃത്യമായി തന്നെ ഖുർആനിൽ കാണുന്നുണ്ട്. സാബിഖീങ്ങൾക്ക് അള്ളാഹു കൊടുത്ത അംഗീകാരം. സാബിഖീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താതെ ഒരാൾക്ക് ഈമാനില്ല എന്നാണ്. മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താം. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സാബിഖീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാ ദുആ ചെയ്യേണ്ടതെന്ന ദുആഇന്റെ വരികൾ പോലും ഖുർആന്റെ ആയത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സാബിഖീങ്ങളായ മഹാന്മാരിലേക്ക് ചേർന്ന് നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. സാബിഖീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ. ഏതായാലും സാബിഖീങ്ങൾക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന ആ മഹോന്നതമായ അവസ്ഥകൾ ഇതൊക്കെയാണെന്ന് നോക്കാം. മുന്നേ കടന്നുപോയ മഹത്തുക്കളായ സാബിഖീങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാ സാബിഖീങ്ങൾ എന്നറിയുമോ? ഫഖദ് സുബിഖതും സദഖൻ ബഈദ. നിങ്ങൾക്ക് മുന്നേ കുറെ സാബിഖീങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അവരുടെ വഴിയിലേക്ക് നിങ്ങൾ ചേരണമെന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. വൈനഖത്തും യമീനം വശിമാല. അവർക്ക് പരിചയമില്ലാത്ത ഒരു ദീനീ രീതി നിങ്ങൾ കൊണ്ടുവന്നാൽ അത് ഇടത്തേക്കോ വലത്തേക്കോ ഒരൽപ്പം ചായലാണെങ്കിൽ പോലും ലഖദ് ളലൽതും ളലാലൻ ബഈദ. ഒരിക്കലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടൂല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ആ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സാബിഖീങ്ങളായ മഹത്തുക്കൾ ഉലൈകൽ മുഖറബൂൻ. അവർ റബ്ബിന്റെ മുഖറബീങ്ങളാണ്. അവരെവിടെയാണെന്നറിയുമോ? ഫീ ജന്നാത്തിൻ നഈം. അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിന്റെ പറുദീസകളിലാണ്, തോപ്പുകളിലാണ് അവർ. അള്ളാഹു അവരോടൊപ്പം നമ്മയും ചേർക്കട്ടെ. അവരുടെ കൂടെ അങ്ങനെ ചേർത്ത് നിർത്തും കുറെ ആളുകൾ, അവരുടെ കൂടെ വിടും. അല്ലേ, ഒരു മന്ത്രി ഒരു സ്ഥലത്ത് വരാണെങ്കിൽ മന്ത്രി വരുന്നു എന്നതിന്റെ കൂടെ അയാളുടെ പിന്നിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അയാളുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ചേർന്ന് വരും. അങ്ങനെയാണല്ലോ വലിയൊരാള് വരുമ്പോൾ സാബിഖീങ്ങളുടെ കൂടെ കുറെ സാധാരണക്കാരെയും അള്ളാഹു വിടും. അവരോട് ചേരാൻ പറ്റിയ ആ മഹത്വമുള്ള ആളുകളെയും ചേർത്ത് വിടും. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം. അവരുടെ കൂടെ അവർ പോകുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു എത്തിക്കുമാറാവട്ടെ. സുല്ലത്തും മിനൽ അവ്വലീൻ. ഈ സാബിഖീങ്ങൾ എന്ന് പറയുന്നത് മുൻഗാമികളിൽ ഒരു വലിയ സംഘം ഉണ്ടായിട്ടുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ. പിൻഗാമികളിൽ ഒരൽപ്പവും ഉണ്ടായിട്ടുണ്ട്, ഒരു ചെറിയ സംഘം. ആ ചെറുതിലെങ്കിലും അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. മുൻഗാമികളിൽ ഒരുപാട് പേരുണ്ട്. കാരണം അവർക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ ഖുറൂനി ഖർനി. ഏറ്റവും നല്ല ജനത എന്റെ കൂടെ ജീവിച്ചവരാണ്. സുമ്മല്ലദീന യലൂനഹും. പിന്നെ അവരോട് അടുത്ത് നിന്നവരാണ്. സുമ്മല്ലദീന യലൂനഹും. പിന്നെ അവരോട് അടുത്തവരോട് പിന്നെ അടുത്ത് നിന്നവരാണ്. അങ്ങനെ ആ മഹത്വം ഇങ്ങനെ കുറഞ്ഞു താഴേക്ക് വരും. അപ്പൊ നമ്മളെവിടെ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും താഴെയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ. സാബിഖീങ്ങൾ എന്ന് പറയുന്ന മഹത്വക്കളോട് ചേർന്ന് വന്നവർക്കും ആ മഹത്വമുണ്ട്. ഏതായാലും അവർ മുൻഗാമികളിൽ ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പിൻഗാമികളിൽ കുറച്ച് ആളുകൾ ഏതായാലും ഉണ്ട്. അള്ളാഹു അതിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അവർ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ അള്ളാഹു വർണ്ണിക്കുകയാണ്. അവർ സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ പൂന്തോട്ടങ്ങളിലാണ്. അലാ സുറുറിൻ മൗദൂഅത്തിൻ. പവിഴവും സ്വർണവും മരതകവും മാണിക്കവും കൊണ്ട് നെയ്തുണ്ടാക്കിയ ചാരുകട്ടിലിൽ മുത്തഖീന അലൈഹാ. അവർ അതിന്റെ മുകളിൽ ചാരിങ്ങനെ കിടക്കുന്നു, വിശ്രമിക്കുന്നു സ്വർഗത്തിൽ. കാരണം ദുനിയാവിൽ അവർക്ക് വിശ്രമം കിട്ടിയിട്ടില്ലേ? ദുനിയാവിൽ കണ്ണ് ചിമ്മാതെ അവർ ഹറാമുകളെ നിരീക്ഷിച്ച് ഹറാമുകളെ ഒഴിവാക്കാനുള്ള അധ്വാനത്തിലായിരുന്നു.
ശരീരത്തിന് ക്ഷീണം വകവെക്കാതെ അവർ ഹലാലുകളിലായി കഴിഞ്ഞുകൂടി അവർ ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ച ക്ഷീണമുള്ളവരാണ്. അവർക്ക് അവിടെ ചെന്നപ്പോ തണല് കൊടുത്തു, ചാരിക്കിടക്കാൻ കട്ടിലുകൾ കൊടുത്തു, അവർക്ക് നേരെ കാണാൻ വേണ്ടി അവരുടെ പത്നിമാരെ കൊടുത്തു. അല്ലെ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞത് എന്താ? ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇങ്ങനെ പറഞ്ഞത് എവിടെയുണ്ട്? സൂറത്ത് യാസീൻ. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നെ അർത്ഥം പറയാം, അതിലേക്ക് കടന്നു വരാം. ഏതായാലും സമാനമായ പ്രയോഗങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ എമ്പാടും കാണുന്നുണ്ട്. മഹത്തുക്കൾ സ്വർഗത്തിലെത്തിയാൽ അവരുടെ സ്വർഗവിശേഷങ്ങളെ കുറിച്ച്. ഏതായാലും സൂറത്തുൽ വാഖിഅ നമ്മുടെ മുന്നിൽ പറഞ്ഞു, മഹാന്മാരായ സാബിഖീങ്ങൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ചാരിക്കട്ടിലിൽ അവർ ചാരിക്കിടന്ന് മുഖത്തോട് മുഖം നോക്കി നിൽക്കും. അതിന്റെ ഇടയിൽ ഒന്ന് പറയാനുണ്ട്, ഇവരുടെ കട്ടിലിന്റെ വിശേഷം. ഇവരുടെ കട്ടില് പറക്കുന്ന കട്ടില, എവിടെ ഉദ്ദേശിക്കുന്നു അവിടേക്ക് പറക്കാൻ പറ്റുന്ന കട്ടില്. ഇമാം ഖസാലിയുടെ ഇഹ്യായിലൊക്കെ പറയുന്നുണ്ട്, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ തന്റെ കൂടെ ജീവിച്ച ദുനിയാവിലെ ആ കൂട്ടുകാരൻ സ്വർഗത്തിലുണ്ടെന്ന വിവരം എന്തായാലും ഇവിടെ കിട്ടും. ഒരു നെറ്റ്വർക്ക് ബന്ധമാണ്. നമ്മുടെ കൂടെ ജീവിച്ച ഇന്നാലിന് ആള് സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞത്, ഒന്ന് പോയി കാണാം. അപ്പോഴേക്കും പറക്കുന്ന കട്ടിൽ വരും, അതിന്റെ മുകളിൽ കയറും, കട്ടിലങ്ങോട്ട് പറക്കും. അങ്ങനെയാണുള്ളത്. ഇങ്ങനെ പറക്കുന്ന കട്ടില്, ചാരിക്കട്ടില്, കിടക്കാൻ പറ്റുന്ന കട്ടില്, അതിങ്ങനെ ഊഞ്ഞാലാവും, എല്ലാമാവും. 300 മുഴം ഉയരമാണ് ഈ കട്ടിലിനുള്ളത്. ഈ കട്ടിലിന്റെ ഉയരം 300 മുഴ. പടച്ചറബേ, എങ്ങനെ ഇപ്പൊ അതിന്റെ മുകളിൽ കയറാം? ഹെലികോപ്റ്റർ ആണോ? ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, 300 മുഴം ഉയരമുള്ള ഈ കട്ടിലുണ്ടല്ലോ, അതിലേക്ക് കയറാൻ ആ സ്വർഗവാസി എത്തുമ്പോഴേക്കും കട്ടിലങ്ങ് ചെരിഞ്ഞു കൊടുക്കും. ആ കട്ടിലാണ് ഈ കട്ടില്. കണ്ടിട്ടില്ലേ? എത്രയോ അടി ഉയരമുള്ള ആന, എത്രയോ ഭീകരമായ രൂപമുള്ള ആന, എത്രയോ ആരോഗ്യമുള്ള ആന. ഒരു കാട്ടു ജീവി നാട്ടിൽ വന്നാൽ എത്ര ഇണക്കം, അങ്ങ് കുനിഞ്ഞു കൊടുക്കും. അതിന്റെ പുറത്ത് കയറാൻ അത് കീഴടങ്ങി കൊടുക്കാം. ഈ കട്ടിലങ്ങ് കീഴടങ്ങും. ഈ മനുഷ്യന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ താഴ്ന്നു കൊടുക്കും. എന്നിട്ടോ അള്ളാഹു പറയുന്നു, ആ കട്ടിലിന്റെ മുകളിൽ അവർ കയറും, ചാരിക്കിടക്കും, ഊഞ്ഞാലാടും. ഈ കട്ടിലിൽ കഴിയുന്ന സുഖലോലുപതയുടെ പര്യായമെന്ന് പറയാൻ പറ്റുന്ന ഖുർആനിന്റെ അവതരണത്തിൽ ഒരു മനുഷ്യ ജീവിതത്തെ സങ്കല്പിച്ചാൽ ആ സങ്കല്പത്തിൽ അവർ എവിടെ നിൽക്കുന്നു? ആ രീതിയിൽ കഴിയുന്ന, ഇവർക്ക് സേവന സന്നദ്ധരായി കുറെ ബാല്യം പോവാത്ത, കൗമാരം പോകാത്ത കുറെ കുട്ടികൾ, ഇങ്ങനെ ഒരിക്കലും അവരുടെ കൗമാരപ്രായമോ ബാല്യപ്രായമോ പോവാത്ത രീതിയിലുള്ള കുട്ടികൾ എന്ന് പറയാവുന്ന അവസ്ഥയിലുള്ള കുറെ ഖാദിമീങ്ങൾ അവരുടെ ഇടയിൽ ഇങ്ങനെ വെള്ളം വേണോ, ചായ വേണോ, കള്ള് വേണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വരും. എന്തൊക്കെ വേണോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത അതിൽ വിചാരിക്കരുത്. ഏകദേശം ഒരു ട്രെയിൻ യാത്രയൊക്കെ ചെയ്ത ആൾക്ക് ഈ കാപ്പി എന്നുള്ള വിളി ഒരു ശല്യമായ പോലെ ആവോ ഇത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ലോകത്തെ കാര്യമല്ല ഈ പറയുന്നത്. ഈ സേവന സന്നദ്ധരായ മക്കൾ ഇങ്ങനെ വരും. ശാശ്വത പ്രായത്തിന്റെ ഏറ്റ വ്യത്യാസങ്ങളില്ലാതെ ഒരേ പ്രായത്തെ ശാശ്വതമാക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾ സേവകരായി മുന്നിൽ വരും. ആ കുട്ടികൾ ആരാണെന്ന് പോലും ചർച്ചയുണ്ട്. വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമനുസരിച്ച് ആ കുട്ടികൾ സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ടവരായി ഹിദ്മത്തിന് വേണ്ടി, ഹുർലീങ്ങളെ പോലെ. എന്നാൽ ഒരഭിപ്രായം അനുസരിച്ച് ഭൂമിയിലെ സത്യവിശ്വാസികളുടെ മരിച്ചുപോയ മക്കളാണ്. കൊച്ചുമക്കൾ മരിച്ചു പോകാറുണ്ടല്ലോ, ആ മക്കൾ അവിടെ അങ്ങനെ വരുന്നതെന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ ആ അഭിപ്രായം ഖണ്ഡിക്കപ്പെടുന്ന ആയത്തുകളും മറ്റു തെളിവുകളുമുണ്ട്. കാരണം അങ്ങനെ മരിച്ചു പോകുന്ന കുഞ്ഞുമക്കൾ അവരുടെ മാതാപിതാക്കൾ സ്വർഗത്തിലെത്തുമ്പോൾ ആ മാതാപിതാക്കളെ വരവേൽക്കാൻ വേണ്ടി നേരത്തെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് ആ മക്കൾ എന്നാണല്ലോ. ഫർത്തല്ലെ അബവൈഹിയാണല്ലോ, വരവേൽപ്പായിട്ട് പോകുന്ന മക്കളാണല്ലോ. ആ മക്കൾ അവിടെ ചിലപ്പോൾ വാപ്പാടും മാടയും കൂടെയാണുള്ളത്. അല്ലാതെ ഇതുപോലെ ഹിദ്മത്തിന്റെ പണിയായിട്ട് നടക്കുന്നവരല്ല. ഭൂമിയിലെ മുഅ്മിനീങ്ങളുടെ നേരത്തെ മരിച്ചു പോകുന്ന മക്കൾ എന്ന അഭിപ്രായത്തെ ഈ കാരണം പറഞ്ഞുകൊണ്ട് ഖണ്ഡിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ സ്വർഗത്തിലെ സേവകരായ കുട്ടികൾ സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ടവരാണ്. വേറൊരു അഭിപ്രായം അനുസരിച്ച് ഈ കുട്ടികൾ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ
ചെറുപ്പത്തിലെ മരിച്ചു പോകുന്ന മക്കളാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഈ കുട്ടികൾ സേവന സന്നദ്ധരായ എങ്ങനെ സ്വർഗത്തിലൂടെ സാബിഖീങ്ങളായ മഹത്തുക്കളുടെ ഇടയിലൂടെ ഓടി നടക്കുമെന്നാണ് ഖുർആൻ. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുരിൻ മൗദൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഇൻഷാ അല്ലാഹ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ബാക്കി അടുത്ത ദിവസം നമുക്ക് സംഗമിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ അറിവിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ശഫാഅത്തിന് കാരണമാക്കണേ അല്ലാഹ്. ഖുർആന്റെ പഠനത്തിലേക്ക് ഞങ്ങളുടെ എളിയ സേവനത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ചേർക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണയുടെ ഭീകരമായ അവസ്ഥയിൽ റബ്ബേ, സർവ്വ മനുഷ്യർക്കും നീ ആശ്വാസം നൽകണേ അല്ലാഹ്. റബ്ബേ, ചെറിയ മക്കളും പ്രായമുള്ളവരുമുള്ള വീടുകളിലേക്ക് ഈ രോഗം വന്നു കയറുമോ എന്ന ഭയമാണ് ഞങ്ങൾക്കെല്ലാവർക്കും. നീ കാവല് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റബീആണ് നിന്റെ ഹബീബിന്റെ റുഫഖായിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ അഭിവൃദ്ധിയും പുരോഗതിയും നൽകണേ അല്ലാഹ്. കടം നീ തന്നതാണ് അല്ലാഹ്, നീ വീട്ടിത്തരണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് റബ്ബേ അവരുടെ ആവശ്യം നിറവേറ്റണേ അല്ലാഹ്. തമ്പുരാൻ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇനി കാണാനുള്ളവർ എല്ലാവർക്കും ഇൽമിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നായി മരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.